ഓക്കെ. എല്ലാ ആരൊക്കെയാണ് ഉള്ളത്? ഓക്കെ, ജന്നുണ്ട്, അംദുണ്ട്, സിനാനുണ്ട്, പിന്നെ ആ നെഹിയാണ്ട് ഉസ്താദെ. നഹിയാനുണ്ട്. ഓക്കെ. അപ്പൊ പറഞ്ഞൊക്കെ കേട്ടങ്ങള്. ആ ഓക്കെ, ഇനി ഇവരൊക്കെ ഓരോരുത്തരന്മാരെ ഒന്ന് സംസാരിച്ച് എന്തൊക്കെയാണ്. ഉസ്താദ് ഷിതണ്ട്. ഷിത ഉണ്ടല്ലേ? പറയൂ പറയൂ ഷിത. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. പറയൂ, സംസാരിക്കും. ഉസ്താദെ വയറുവേദന ആയിക്കൊണ്ട് വരാത്ത. അത് ഒരു കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് എല്ലാം മാറിക്കോളൂ ട്ടാ. ആ അല്ല ഉസ്താദെ, പ്രസന്റ് കുറഞ്ഞതിന് കുറച്ച് വിഷമമുണ്ട്. ഉണ്ടല്ലേ? അതുണ്ടാവും. എന്താ സുഖന്നല്ലേ? ഷസാദിന് ഉസ്താദെ. ഷസാദ് ഉണ്ടാ? ആ അല്ലേ? ഷസാദിന്റെ ഉമ്മ എന്താ പറയണത് ഷസാദിനെ കുറിച്ചിട്ട്? ഒന്നും പറയലില്ല. അല്ലേ? ഷസാദ് പഠിക്കലുണ്ടാ ഉമ്മ? പഠിക്കലുണ്ട്. അയ്യോ പറയണ്ട, അയ്യോ പഠിക്കലുണ്ട് എനിക്കറിയാം. ഈ പാഠപുസ്തകത്തിലെ വീഡിയോ ഈ ഗ്രൂപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഗ്രൂപ്പ് നോക്കില്ല. ഞങ്ങൾക്ക് ഫാമിലി കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിയിരുന്നു. ആ ആ ആ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഞാൻ ഗ്രൂപ്പിലേക്ക് തന്നെ ഒന്നുകൂടി ഇട്ടുക. മൂന്നാം ഓക്കെ. ക്ലാസ് ഇപ്പൊ തൽക്കാലം ഇപ്പോ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് ആണ് ഇപ്പോ റിവിഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ചോദ്യവും ആ ഉത്തരവും എല്ലാതും ഞാൻ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ആദ്യം പാഠങ്ങൾ ഉം വായിക്കുന്നു. ആ പാഠങ്ങൾ കൂടെ തന്നെ അതിന്റെ ചോദ്യോത്തരങ്ങൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുകയും അതിനോടൊപ്പം വായിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് തലയിൽ കയറും. അങ്ങനെ ആകുമ്പോൾ നല്ല മാർക്ക് നമുക്ക് ആ കിട്ടും. അപ്പോൾ ഓരോ പാഠങ്ങൾ വായിക്കണം, ഇത് ആ എന്താണ് മനസ്സിലായത് എന്നുള്ളത് മക്കളെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. അപ്പോൾ അവർക്ക് ഓക്കെ. കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ആ Okay. ഇനി ആർക്കെങ്കിലും സംസാരിക്കാണ്ടോ? അസ്സലാമു അലൈക്കും ഉസ്താദെ. വഅലൈക്കും സലാം. എന്താണ് വർത്താനൊക്കെ? നല്ല വർത്താനം ഉസ്താദ്, അൽഹംദുലില്ലാ. സംസാരിക്കണോ? സംസാരിക്കണില്ലല്ലോ. അസ്സലാമു അലൈക്കും ഉസ്താദെ. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാ? കേട്ടു ഉസ്താദെ. ഓക്കെ, എന്താണ് നിങ്ങളെ ഉമ്മ പറയണത്? ഞാൻ ഒരാഴ്ചയായിട്ട് മദ്രസയ്ക്ക് വന്നിട്ടില്ലല്ലോ. ആ ആ ഞാൻ ആ ആ. പറഞ്ഞിരുന്ന അതെ അതെ, ക്ലാസ് കേൾക്കണില്ലേ? കേൾക്കലുണ്ട്. ഓക്കെ. ടാസ്കുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ചെയ്തോളാം നാളെ മുതൽ. ഫിഖ് ഉണ്ടല്ലോ, ഇപ്പൊ ഫിഖത്തെ പാഠാണ് കൊടുത്തത്. ഫിഖ് നാളത്തോടെ കഴിയും. ഇനി അടുത്ത വിഷയമാണ്. ഇനി നമ്മൾ റെക്കോർഡ് അയച്ചു തരാം. അപ്പൊ എല്ലാത്തിന്റെയും റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെക്കോർഡ് തന്നെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ആ പാഠങ്ങൾ മുഴുവൻ നമ്മളെ ഇപ്പൊ ആ പുസ്തകത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ തലയിലേക്ക് കയറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ അവരെ അത് ബ്രെയിനിലേക്ക് കയറ്റാൻ വേണ്ടി സഹായിക്കണം. അപ്പൊ വീണ്ടും വീണ്ടും കേൾപ്പിച്ചാൽ മതി. ഉസ്താദെ. ആ ഇനി ആരാ സംസാരിക്കാം? പറയൂ. ഹംദ. ഞാൻ ആ ജന്നയുടെ ഉമ്മയാണ്. ആ പറയൂ. അവള് കുഴപ്പമില്ലാണ്ട് ഇപ്പൊ പഠിക്കുന്നുണ്ട്. ആ എന്നാലും ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത്? പഠിക്കണേല് കുറച്ച് ഒരു കുഴപ്പമായിരുന്നു. ആ ആ ഇപ്പൊ ആ നല്ലതായിട്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് ശരി ആൾക്ക്. ശരി. ആ ആ കഴിഞ്ഞ പിന്നെ ദിവസം ഫിഖിലത്തെ ആ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുള്ള ആ വീഡിയോ കേൾപ്പിച്ചോ? കേൾപ്പിച്ചേ. അത് ഉപകാരമാണോ? അതന്നെ യൂസ്ഫുൾ ആണോ? പഠിക്കണം. യൂസ്ഫുൾ ആണ്. ഓക്കെ ഓക്കെ. അങ്ങനെ ആകുമ്പോ ഒന്നുകൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കുറെ ദിവസം കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചയോളം പണിയെടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്.
ഇൻഷാ ആ. അള്ളാ. ആ, എന്തായാലും ഇപ്പൊ വീട്ടിലൊക്കെ എന്താ എല്ലാം പാട്, കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിട്ടൊക്കെ തയ്യാറാവുന്നുണ്ടല്ലേ? തയ്യാറാവുന്നുണ്ട്, ആ, കുഴപ്പമൊന്നുമില്ലാതെ. ചെന്ന നല്ല ഇമ്പ്രൂവ്മെന്റ് ഉള്ള കുട്ടിയാണ്. ഉം. വേറെ സിനാൻ, കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സിനാൻ സിനാൻ സംസാരിക്കും. സിനാനും അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പറയൂ സിനാൻ മോനെ, എന്റെ അമ്മയുടെ നിങ്ങൾ സംസാരിക്കണം കേട്ടോ, സംസാരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള എന്ത് ബുദ്ധിമുട്ടും സംശയങ്ങളും എന്നോട് ചോദിക്കാം. അയാനുണ്ട് ഹലോ. ഹലോ, പറയൂ. അല്ല, ഉസ്താദിനെ കാണുന്നില്ല. എന്നെ കാണില്ലേ? എന്താണ് എന്നെ ആ കാണാത്ത? ഇപ്പൊ കാണുന്നുണ്ടാ? ആ കാണുന്നുണ്ട്. ഓക്കെ. കാണുന്നുണ്ടാ? ആ ഓക്കെ. അയാനുണ്ട് അയാനുണ്ടോ? ഇല്ല. സിനാനുണ്ടോ? സിനാനെ കാണാനില്ലല്ലോ. ഞാനിപ്പോ വന്നിട്ട് പോകും. വന്നിട്ട് പോയി. ആദിലുണ്ടോ? ഷെഹബാനുണ്ടോ? ഷഹബാനിൽ ഉസ്താദ്. ഇല്ല. നാസിമുണ്ടോ? ഉണ്ട് ഉസ്താദേ. നാസിമുണ്ട്. നാസിമോ സംസാരിക്കും മോനോ? നാസിമിനെ കാണാനില്ലല്ലോ. നാസിമോ സംസാരിച്ച്. എന്റെ തിരുമുഖം കാണുന്നുണ്ട് മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട്. പറയും എന്റെ അമ്മ എന്താ പറയണേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുഖല്ലേ എനിക്ക്? ഞായറാഴ്ച ആയിട്ട് കല്യാണം കഴിഞ്ഞാ? കല്യാണത്തിന് പോയി വന്നാ അല്ലേ? ആടോ, നേരം വൈകി. നാളെ വരണം ഇൻഷാ അല്ലാ. ഉറങ്ങിപ്പോയി. ഷെഹ്സാദ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇരിക്കലില്ല തോന്നുന്നുണ്ട് അല്ലേ? ആ, ഷഹസാദിന് പഠിപ്പ് കൂടിക്കണം പോകും. എന്നോട് പറഞ്ഞ ഉസ്താദ് പോവാനായിട്ടുണ്ട് 2-3 ദിവസം മുന്നേ. അതാണ് അപ്പൊ പോവാണ് പറഞ്ഞു എന്നോട്, ഉസ്താദ് പോവാണ്. അതെ ഇന്നെ ഒഴിവാക്കി പോയി. പിന്നെ മിനിയാന്നിട്ട് ഉസ്താദ് ഇട്ടിരുന്നല്ലോ, ഒന്ന് ക്ലാസ്സിൽ വന്നവർ എന്നുള്ള ഫോട്ടോയിൽ ഇവനെ കണ്ടില്ല. അപ്പൊ ഞാൻ വന്നപ്പോ ചോദിക്കുക, അപ്പൊ ഞാൻ മേലത്തെ ക്ലാസ്സിലായിരുന്നു പറഞ്ഞു. ആ, ഓൻക്ക് മൂടുള്ള സമയത്ത് എന്റെ അടുത്തിരിക്കും, മൂടില്ലാത്ത സമയത്ത് ഓൻ മോൾക്ക് കയറും. അല്ലേ ഷാസു? എന്നിട്ട് കുട്ടികൾക്ക് ചോദ്യം ചോദിച്ചിട്ട് സമ്മാനം കൊടുക്കണ സമയത്ത് ഓൻ താഴത്തേക്ക് കയറുന്നത്. അതാണ് അവന്റെ അവസ്ഥ. നാസിമെ, പിന്നെ എക്സാം തീരുന്നുണ്ടോ ഇവിടെ ഈ വർഷം? ഞാന് കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. നിങ്ങളെ ഇവരെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളാണ് ഇവര്. അപ്പോൾ ഇവർക്ക് നല്ല മാർക്ക് വാങ്ങി കൊടുക്കണം എന്നാണ് നമ്മളെ സദർസ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതും. കാരണം ഇനി ഒരു പാഠം 1 മുതൽ എടുക്കല് അത്ര എളുപ്പമല്ല. ഇപ്പൊ ഇവര് ഏകദേശം ട്രാക്കിലായിട്ടുണ്ട്. ഇപ്പൊ തീരെ പെർഫോം ഇല്ലാത്ത കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു ഇതില്. അപ്പൊ അവരൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇവര്. ഇപ്പൊ അപ്പൊ അതന്നെ വലിയ സന്തോഷമാണ്. പിന്നെ ഇവര് പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട് എന്ന് തന്നെ കാണുമ്പോ തന്നെ വലിയ ഹൈറ്. അപ്പൊ അപ്പൊ ഈ ഒരു ഉന്മേഷം ഇവർക്ക് ലാസ്റ്റ് വരെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നല്ല മാർക്ക് വാങ്ങും അവര് ഇൻഷാ അല്ലാ. കാരണം ഇനിയിപ്പോ പഠിക്കാതിരിക്കാൻ മടിയാണ് ഷെഹ്സാദ്. ആ എന്താ പറയുന്നത് ഷെഹസാദിനെ കുറിച്ചിട്ട്? ഓക്കെ. പിന്നെ എന്താണ് റസൽ ഉണ്ടോ? ഇല്ല. ദിൽകഷ് ഉണ്ടോ?
ഇല്ല 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 ഷാഹിദ് ഉണ്ടോ? ഷാഹിദ് ഇല്ല. ഇല്ല ഇല്ല. മിൻഷാദ് ഉണ്ടോ? ഇല്ല ഇല്ല. ഫാത്തിമ സൻബ അതെ ഇല്ല. ആയിഷ ഇല്ല ആയിഷ മിസ്ബ ഇല്ല ജന്നന്റെ ഉമ്മ സംസാരിച്ചു. ജന്ന സംസാരിച്ചു. ഫാത്തിമ ഷൈസ ഇല്ല. ഇല്ല ആ- ഇല്ല ഉസ്താദെ ആയിഷ സിഹ ഇല്ല. ഇല്ല സബ ഇല്ല. ഷഹസാദ് ഇല്ല. ഇല്ല ഉസ്താദ് ഉണ്ട് ഓക്കെ. ഉണ്ട് ഉണ്ട്. ഉസ്താദ് ഓക്കെ. ഷഹസാദ് ഷഹസാദ് സംസാരിച്ചില്ല. ഓക്കെ. ഷിത ഉണ്ടായിരുന്നല്ലോ, പോയാ? ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ. ഷിതാന്റെ ഉമ്മ ഒന്ന് സംസാരിക്കും. എന്താണ് ഷിതാന്റെ വിവരങ്ങള്? ആ ഷിതാന്റെ അഞ്ചത്തി എവിടെ? അഞ്ചത്തിന് തീരെ കാണില്ലല്ലോ. എന്താളെ പേര്? ആയിഷ ആയിഷ മിസ്ബ എന്നല്ലേ ഷിതാന്റെ ഉണ്ണിന്റെ പേര്? ആ അവളെവിടെ? അവളെ കാണുന്നു. ഹലോ അസ്സലാമു അലൈക്കും ഉസ്താദെ. വഅലൈക്കും മുസ്സലാം. പറയൂ, ഷിതാനെ കുറിച്ചിട്ട്, മിസ്ബാനെ കുറിച്ച് എന്താ അവസ്ഥ വീട്ടിലൊക്കെ? പഠിക്കാൻ തയ്യാർ? ഷീതക്ക് നല്ല ഇപ്പൊ ആദ്യം പഠിക്കാൻ ഒരു കൂട്ടം ഉണ്ടായിരുന്നില്ല, ആൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആ ഉണ്ടായിരുന്നില്ല പഠിക്കാനൊന്നും. പക്ഷെ ഇപ്പൊ ഈ ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ആൾക്ക് ഓതണം, പഠിക്കണം എന്നുള്ള ചിന്താണ്. ഉം, 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 ഉം. ഇപ്പൊ ഒരു ഇതായ കാരണം ഒരു 2 ദിവസം ലീവ് ഉസ്താദ് പറഞ്ഞു, ലീവ് ആ അവൾക്ക് വയറുവേദന ഒക്കെ ആയ കാരണം ഒരു 2 ദിവസം ലീവ് കൊടുത്തു. പക്ഷെ ആള് ഖുർആനൊക്കെ ഓതുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ ഖുർആനൊന്നും തീരെ ഓതിരുന്നില്ല, ആ ആ തീരെ അക്ഷരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല ആൾക്ക്, ആ ആ ആ ഷിതക്ക്. ഇപ്പൊ അതെ, അതെ. കുഴപ്പമില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ ഓതുന്നൊക്കെണ്ട്. ചിലയിടത്ത് തെറ്റുണ്ടെങ്കിലും ആള് ഓതുന്നൊക്കെണ്ട്. ആ ആ ആ. ഇൻഷാ അല്ലാ ശരിയാവും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. ഉണ്ട് ഉസ്താദ്. പക്ഷെ ഉസ്താദിന്റെ ക്ലാസ് ഇപ്പൊ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ആൾക്ക് ഒരു മാറ്റൊക്കെ വന്നിക്കണ് ഷിതക്കേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ അതേപോലെ മിസ്ബനും തന്നെ. മിസ്ബിനൊന്നും അതൊന്നും കിട്ടിയിരുന്നില്ല, അക്ഷരം പോലും നല്ലപോലെ ഓതാൻ കിട്ടിയിരുന്നില്ല ഷിതക്ക്, മിസ്ബക്ക്. മിസ്ബ ആ സംസാരിക്കാനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അവൾക്ക്. ഉണ്ടോ? ആ, സംസാരിക്കാൻ ഇല്ല. ഉണ്ടോ? ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ആ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ബുദ്ധി വെച്ചാല് ഉസ്താദ് പറഞ്ഞ സംസാരിച്ചിട്ട് തുടങ്ങാനേ അവള് വല്ലേ സംസാരിക്കോളും. ഷിത നല്ല സ്മാർട്ടാണ്. അതങ്ങനെ തന്നെയാ. അതിപ്പോ എന്താണ്, ഇപ്പൊ സ്കൂളിലാണെങ്കിലും ആ ടീച്ചർമാരും മാസ്റ്റർമാരൊക്കെ പറയും, മിസ്ബയോട് എന്തെങ്കിലും വായിക്കാൻ പറയണെങ്കിൽ ആ ശബ്ദം വോയിസ് ഇങ്ങോട്ട് പുറത്തേക്ക് കേൾക്കൂലാണ്, വെല്ലനെ സംസാരിക്കുള്ളൂ. ആ. പക്ഷെ വീട്ടിലെ ആള് ഓതുന്നുണ്ട്. പക്ഷെ ആ ഉസ്താദിന്റെ മുന്നിലോ സാധനം മുന്നിൽ മാത്രമേ കുട്ടി ഇങ്ങനെ ഉള്ളൂ. ശരി. എല്ലാവരും തമ്മിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പഠിക്കാനൊക്കെ നല്ല ഉഷാറാണ്, അതെ, അതെ. ഓതി വിട്ടാനൊക്കെ. അവൾക്ക് ആ ആഗ്രഹമുണ്ട്. അവരൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അവളെ എന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താ വെച്ചാല് അവളെ നല്ലൊന്ന് ഒച്ചത്തിൽ സംസാരിക്കുക, ഒച്ചത്തിൽ ഓതുക എന്നുള്ളതാണ്. ആ അത് അപ്പൊ ഞാനിഞ്ഞ് മോള് പറഞ്ഞു. നിങ്ങളെ ഭാഗത്തുനിന്ന് പ്രോത്സാഹനം ഉണ്ടായാൽ മതി ഇൻഷാ അല്ലാ. ഉണ്ട്, അത് എപ്പോഴും ഉണ്ട്. ആ എപ്പോഴും ഉണ്ട്. മക്കളെ കാര്യത്തിൽ നല്ലൊരു ഇത് എപ്പോഴും ഉണ്ട് ഇപ്പൊ. ആ പക്ഷെ മോൾക്ക് സൗണ്ട് കുറച്ച് വല്ലാണ്, അതപ്പോ കുഴപ്പം. ശരി. ഇൻഷാ അല്ലാ ശരിയാവും. എല്ലാരും ഇപ്പൊ അത് എല്ലാരും ഒരേപോലെ അത് ആവില്ലല്ലോ. ഉസ്താദൊന്ന് ശ്രദ്ധിക്കണം ഉസ്താദെ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അതേപോലെ ഷിതമോളതും മിസ്ബനൊക്കെ ഒന്ന് ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങിയ എനിക്കൊരു മാറ്റം തോന്നുന്നുണ്ട്. നല്ലൊരു ഇതുണ്ട്, കുട്ടികൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് മക്കൾക്ക് ഉണ്ട് രണ്ടാൾക്കും. ഇൻഷാ അല്ലാ ശരിയായിക്കോളും. ആ ഓക്കെ. എന്നാ ശരി ഹംദല്ലേ? ഉസ്താദ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. ഹംദ, ഹംദ പറയൂ, സംസാരിക്കാം. ഹംദന്റെ ഉമ്മ ഉണ്ടാ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അംദന്റെ ഉമ്മയാണ്. പറഞ്ഞോളിക്ക. അംദക്ക് മദർസലത്തെ ഒരു പഠിപ്പ് തന്നെ ഉള്ളൂ. ആ ആ അവിടുന്ന് ആ കാര്യമായിട്ട് പഠിക്കാൻ പറഞ്ഞാല് കുറച്ച് മടിയാ. ആ ആ ആ ആ. പക്ഷെ അവൾക്ക് ഉസ്താദ് നല്ല ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം എന്താ വെച്ചാല് അവള് എപ്പോഴും മുന്നിലെത്തണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുള്ള കുട്ടിയാണ്. ആ ആ അത് ചിലപ്പോ എന്തെങ്കിലും ഒരു ആ വീഴ്ച പറ്റി ഉസ്താദ് കഴിഞ്ഞാൽ ക്ലാസ് എടുക്കണ പെട്ടെന്ന് ഇമോഷൻ ആവും. ആ ഉസ്താദ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന്റെ ശേഷമൊക്കെ പഠിക്കാൻ കുറച്ച് ഉത്സാഹം കാണിക്കുന്നുണ്ട്.
വീട്ടില് പഠിക്കുന്നത് ഒന്ന് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ ഒരു മാസമല്ലേ ഉള്ളൂ. അവർക്ക് ഒരേ അതെ. സമയത്തോളം 6 പുസ്തകമുണ്ട്, പിന്നെ ഒരു ഖുറാന്, ഒരു ഹിഫ്ള് ഉണ്ട്. അപ്പൊ ഈ പാഠങ്ങൾ ആ, വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉം. ഉണ്ടായാൽ മതി. ഇൻഷാ അല്ലാ നല്ല മാർക്ക് കിട്ടും. ആയിക്കോട്ടെ. അന്തരൊക്കെ നല്ല പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ആ, ഇൻഷാ അല്ലാ. വീട്ടിലൊക്കെ ഓക്കെ അല്ലേ? വീട്ടില് തന്നെ കുറച്ച് മടിയാണ്. പിന്നെ ആ ഉസ്താദ് പറഞ്ഞിട്ട് പഠിച്ചു വരാനൊക്കെ ഒന്ന് പറയാച്ചെങ്കിലൊക്കെ ആ ആ ആ. പഠിക്കും. ശരി അല്ലെങ്കിൽ നമ്മള് വരുമ്പോ കുറച്ച് മടിയാ. ശരി ശരി ശരി. ആ. ഓക്കെ. നെഹ്യാനുണ്ടോ? ഉസ്താദ് എന്താ പറഞ്ഞ അതൊക്കെ ആ ചെയ്യും. ഇൻഷാ അല്ലാ ഇൻഷാ അങ്ങനത്തെ അല്ലാ. ഒരു ഇതാണ്. ആ ഉം. ഇൻഷാ അല്ലാ ശരിയായിക്കോളും. നെഹ്യാനുണ്ടോ? ഇൻഷാ നെഹ്യാൻ അല്ലാ. നെഹ്യാൻ പോയാ? പിന്നെ ഫിനുണ്ടോ? ഇല്ല. ഇല്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക, ചോദിക്കണമെങ്കിൽ ചോദിക്കുക. രക്ഷിതാക്കൾക്കായിട്ടന്മാർക്കോ കുട്ടികൾക്കോ എന്ത് ഇല്ല. ചോദിക്കും പറഞ്ഞോളൂ. ഇപ്പോ നോക്കി ഫിഖിഹിത്തെ പാഠങ്ങൾ 2ാം ക്ലാസ്സിലെ കുട്ടികളാവട്ടെ 3ാം ക്ലാസ്സിലെ ആവട്ടെ, ഫിഖിഹിത്തെ പാഠങ്ങൾ ഞാൻ അയച്ചെന്ന യൂട്യൂബ് വീഡിയോ കേട്ടില്ലേ? അത് വീണ്ടും വീണ്ടും കേൾക്കുക. നാളെ 10 പാഠങ്ങൾ എവിടുന്ന് വെച്ചാൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് ഉത്തരം കേട്ടോ. അപ്പൊ ആ യൂട്യൂബ് വീഡിയോ ഓൺ ആക്കിയിട്ട് നിങ്ങൾ അതിന്റെ കൂടെ പുസ്തകം വായിക്കുക. അങ്ങനെ ആവണ സമയത്ത് ഒരു 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ബ്രെയിനിലേക്ക് കയറും ഉസ്താദേ. കേട്ടോ. നാസിം എന്താ പാട്? നാസിം പാട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ പാട്? ഇവിടെ ഓക്കെയാണ്. ഓക്കെ. അവിടുത്തെ പാട് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വരണെന്നുള്ള പറച്ചിലൊക്കെ ഉണ്ടാ? അവിടെ മദ്രസയിൽ ഞങ്ങളെ നടനാണ്. നട അവനക്ക് ഉസ്താദാവണം. വികൃതിയാണ്. ഇവിടെ ഭയങ്കര വികൃതിയാ. പഠിക്കാനൊക്കെ ഇരിക്കാനും ആൾക്ക് നല്ല ഉഷാറാ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര വികൃതിയാണ്. അവനാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് എനിക്ക് ഉസ്താദാവണം. അതെപ്പോഴും പറയും, എനിക്ക് ഉസ്താദാവണോ, ഇന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കി തന്നാളെ, ഞാൻ ദർസിന് നിന്ന് പഠിച്ചോണ്ട് എന്നൊക്കെ പറയും. നല്ലതാണ്. ഒന്നും പൊണ്ടിയ രണ്ടാമത്തെ പറയും അങ്ങനെയാണ്, ഇന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കി തന്നാളെ, ഞാൻ അവിടെ നിന്ന് പഠിച്ചോണ്ട് പറയും. ഞാൻ പറയും ആവട്ടെ പറയും ഞാന്. പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ മൂപ്പർക്ക് ഇപ്പൊ കൊറേയൊക്കെ ഭേദാട്ടാ. അക്ഷരങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് വെച്ച് കൂട്ടി വായിച്ച് ആൾ ഉഷാറാവുന്നുണ്ട്. ഞാൻ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ എല്ലാ പാഠങ്ങളും കാണാതെ പെട്ടെന്ന് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ആദ്യം കാണാതെ പഠിക്കുക. ആ കാണാതെ പഠിച്ചത് പിന്നെ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. എഴുതാൻ പഠിച്ചത് പിന്നെ നേരെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് മാർക്കാക്കി മാറ്റുക. ഇതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ്. ആദ്യം നിങ്ങൾ ആ പറയുന്ന പാഠങ്ങൾ മുഴുവനായിട്ട് കാണാതെ എന്താണ് ആ പാഠത്തിൽ പറഞ്ഞത് എന്നുള്ളത് കാണാതെ പഠിക്കുക. ആ കാണാതെ പഠിച്ചത് എഴുതാൻ വേണ്ടി പഠിക്കുക. അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്, വെറും പച്ച മലയാളത്തിലല്ല, അറബി മലയാളത്തിൽ. അതന്നെ വലിയൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് മാർക്കാക്കി മാറ്റണം. ചിലവര് എഴുതുന്നുണ്ട്, മലയാളത്തിൽ ആഗ്രഹിച്ച് എഴുതുന്നുണ്ട് മനസ്സിലുള്ളത്, പക്ഷേ പോണത് വേറെ സ്ഥലത്തേക്കാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് എഴുതുന്നത് തൃശ്ശൂർക്കാണ് പോണത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. വരെ എഴുത്തും നന്നാക്കാൻ വേണ്ടിയിട്ട് മാരൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ അതിലുള്ള ഹോംവർക്കുകളും ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി കൂടുതലായിട്ട് വൈകിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങളെ വിലപ്പെട്ട ടൈം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഇരുന്നതിലും എൻ്റെ വാക്കുകൾ കേട്ടതിലും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് നമ്മളെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഈ ഇരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ദുന്യാവും ആഖിറവും ഒരുപോലെ വിജയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. എന്തായാലും ഇൻഷാ അല്ലാ നാളെ കാണാം. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തൊരു ദിവസം ഇൻഷാ അല്ലാ ഓൺലൈനിൽ വീണ്ടും വരാം. ശരി ട്ടാ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
അസ്സലാമു